وَكُلًّا نَّقُصُّ عَلَيْكَ مِنْ أَنبَاءِ الرُّسُلِ مَا نُثَبِّتُ بِهِ فُؤَادَكَ وَجَاءَكَ فِي هَٰذِهِ الْحَقُّ وَمَوْعِظَةٌ وَذِكْرَىٰ لِلْمُؤْمِنِينَ. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. കഥകൾ കേൾക്കാൻ നമുക്കൊക്കെ വലിയ ഇഷ്ടമാണ്. ഏതെങ്കിലും ആർട്ടിക്കിളുകൾ വായിക്കുമ്പോഴോ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോഴോ ഒക്കെ കഥ കൊണ്ടോ ഏതെങ്കിലും സംഭവം കൊണ്ടോ ആണ് അത് തുടങ്ങുന്നത് എങ്കിൽ നമുക്കത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും. വിശുദ്ധ ഖുർആനിലും പല കഥകളും പല സംഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ പലയിടങ്ങളിലായി പല സൂറകളിലായിട്ടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ആ കഥകളെ സംഭവങ്ങളെ പ്ലേസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. പക്ഷേ സാധാരണ നമ്മൾ വായിക്കുന്ന നോവലുകളോ സ്റ്റോറി ബുക്സോ അല്ലെങ്കിൽ ഈ കഥകളും വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഉദ്ധരിച്ചിട്ടുള്ള കഥകളും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് എന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഖുർആനിലെ കഥകളും മറ്റ് കഥകളും തമ്മിൽ വ്യത്യാസമുണ്ട് താനും. സാധാരണ നമ്മൾ കഥ വായിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട്, വിനോദത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഖുർആനിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനിൽ അള്ളാഹു പ്രതിപാദിച്ചിട്ടുള്ള ഈ സംഭവങ്ങളും പ്രവാചകന്മാരുടെ കഥകളും ഉദാഹരണങ്ങളുമൊക്കെ കേവലം വിനോദത്തിന് വേണ്ടിയല്ല, മറിച്ച് അതിൻ്റെ പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. മനുഷ്യരാശിക്ക് ഖുർആൻ ഓതുന്ന ഖുർആൻ വായിക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് മാർഗദർശനമായിക്കൊണ്ട് ഹിദായത്തായിക്കൊണ്ടാണ് ഇവയൊക്കെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ പറ്റും. സൂറത്തുൽ ഹൂദിലെ 120-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലക്ഷ്യത്തെ കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക وجاءك في هذه الحق وموعظة وذكرى للمؤمنين. صدق الله العلي العظيم. وكلا نقص عليك من أنباء الرسل. പ്രവാചകന്മാരുടെ വാർത്തകളിൽ നിന്ന്, ചരിത്രങ്ങളിൽ നിന്ന് നാം താങ്കൾക്ക് പ്രവാചകരെ വിവരിച്ചു തരുന്നതൊക്കെയും മാ നുസബ്ബിതു ബിഹി ഫുആദക, താങ്കളുടെ ഹൃദയത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. വജാഅക ഫീ ഹാദിഹിൽ ഹഖ്, ഇതിലൊക്കെയും യഥാർത്ഥ ജ്ഞാനമാണ് താങ്കളിലേക്ക് വന്നെത്തിയിട്ടുള്ളത്. വമൗഇളത്തും വദിക്റാ ലിൽ മുഅ്മിനീൻ, വിശ്വാസികൾക്കാവട്ടെ സതുപദേശവും വദിക്റാ ലിൽ മുഅ്മിനീൻ, റിമൈൻഡറുമായിട്ട് ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് അവതരിച്ചിട്ടുള്ളത് എന്ന്. വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുൽ. വകുല്ലൻ എന്ന് പറഞ്ഞാൽ എല്ലാം, നഖുസ്സു അലൈക, അലൈക്ക എന്ന് പറയുമ്പോൾ താങ്കളുടെ മേൽ, പ്രവാചകനോടാണ് പറയുന്നത്. പ്രവാചകരെ താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടുള്ളത് അല്ലെങ്കിൽ കഥകളായി റിലേറ്റ് ചെയ്ത് തന്നിട്ടുള്ളതൊക്കെയും മിൻ അംബാഇർ റുസുലി, പ്രവാചകരുടെ ചരിത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വിവരണങ്ങളിൽ നിന്ന്. ഇപ്പോൾ പ്രവാചകരുടെ അൻബാ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബഇൻ്റെ പ്ലൂരൽ ഫോം ജമ ആണ് അൻബാ. നബ എന്ന് പറഞ്ഞാൽ വാർത്ത. അപ്പം കഴിഞ്ഞു പോയിട്ടുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ നിന്ന്, അവരുടെ വാർത്തകളിൽ നിന്ന് താങ്കൾക്ക് നാം അറിയിച്ചു തന്നിട്ടുള്ളതൊക്കെയും മാ നുസബ്ബിതു ബിഹി ഫുആദക, അത് ഫുആദ്, താങ്കളുടെ ഹൃദയത്തെ ദൃഢപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, അഥവാ ടു റീ അഷ്യോർ യുവർ ഹാർട്ട് എന്ന് പറയാൻ സാധിക്കും. അപ്പോൾ പ്രവാചകനോട് പറയാണ്, പ്രവാചകരെ താങ്കൾക്ക് ആശ്വാസമായി, താങ്കളുടെ ഹൃദയത്തിന് ഒരു അഷ്വറൻസ് നൽകാൻ വേണ്ടിയിട്ടാണ് ഈ കഥകളൊക്കെയും അള്ളാഹു ഖുർആനിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നീട് പറയുന്നു വജാഅക, താങ്കളിലേക്ക് വന്നെത്തിയിരിക്കുന്നു, ഫീ ഹാദിഹി, ഈ കഥകളിലൂടെ, അൽ ഹഖ് അഥവാ ട്രൂത്ത്, ദ ട്രൂത്ത് എന്ന് പറയില്ലേ, യഥാർത്ഥ ജ്ഞാനം താങ്കളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. വ മൗഇളത്തുൻ വദിക്റാ ലിൽ മുഅ്മിനീൻ, മുഅ്മിനുകൾക്ക്, വിശ്വാസികൾക്കാവട്ടെ ഇത് മൗഇളത്താണ് അഥവാ ഉപദേശമാണ്, സതുപദേശമാണ്, അഡ്വൈസാണ്. ആൻഡ് ദിക്ര, ഇത് ഓർമ്മപ്പെടുത്തലാണ്, റിമൈൻഡേഴ്സാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു വെക്കുന്നത്. ആലോചിച്ച് നോക്കിയ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ് ഈ കഥകൾ അള്ളാഹു വിവരിച്ചു കൊടുക്കുന്നത്. എന്തിനാണ് മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കഥകൾ, സംഭവങ്ങൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നത്? വിശുദ്ധ ഖുർആൻ എടുത്തു നോക്കിയാൽ ഈ വിവരണങ്ങൾ, സംഭവങ്ങൾ ഒക്കെ പ്രതിപാദിച്ച സൂറ ഏത് കാലഘട്ടത്തിലായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക കാലഘട്ടത്തിലാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ പറയുന്ന മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ കഥകളും സംഭവങ്ങളും ഒക്കെ ധാരാളമായി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അഥവാ ഇങ്ങനെ അവതരിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും സൂറ എടുത്ത് നോക്കിയാൽ അതൊരു 99% മക്ക കാലഘട്ടത്തിലായിരിക്കും. മക്ക കാലഘട്ടമാവട്ടെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള, റസൂൽ അങ്ങേയറ്റം വേദനിച്ചിട്ടുള്ള, ബുദ്ധിമുട്ടിയിട്ടുള്ള, വളരെ ഭയപ്പാടോടുകൂടെ ജീവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് മക്ക കാലഘട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ സമയത്ത് പ്രവാചകനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, പ്രവാചകരെ താങ്കൾ മാത്രമല്ല ഇങ്ങനെ ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുള്ളത്, താങ്കൾക്ക് മുമ്പുള്ള പ്രവാചകന്മാരും ഇത്തരത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. അവരെന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ അള്ളാഹുവിൻ്റെ പാർശ്വത്തിൽ മുറുകെ പിടിച്ചു നിന്നിട്ടുണ്ട് എന്ന് റബ്ബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നതാണ്. ഉദാഹരണത്തിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിറാ ഗുഹയിൽ വെച്ച് അള്ളാഹുവിങ്കിൽ നിന്നുള്ള വഹി ലഭിച്ചത് എങ്ങനെയാണ്? ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ. ജിബ്രീൽ അലൈഹിസ്സലാമിനെ, അങ്ങനെ ഒരു മലക്കിനെ, ആ പ്രകാശത്തെ കണ്ടതിന് ശേഷം പ്രവാചകനാകെ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് അല്ലേ? ഭയന്ന് വിറച്ച റസൂല് ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ഓടിച്ചെന്ന് ഇത് വിവരിക്കുകയും റസൂലിന് വല്ലാത്ത വിഷമമായതും, എന്ന് വെച്ചാൽ ശാരീരികമായി റസൂല് ഭയന്ന് വിറച്ചതും തളർന്നതുമൊക്കെ നമുക്കറിയാം. കഥ സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ? അവർ പറയാണ്, റബ്ബുന റബ്ബുസ് സമാവാതി വൽ അർള്, ഞങ്ങളുടെ റബ്ബ് അത് ആകാശഭൂമികളുടെ റബ്ബാണ്. ആരാണോ ഈ ആകാശഭൂമികളും ദിസ് യൂണിവേഴ്സ് സൃഷ്ടിച്ചിട്ടുള്ളത്, അതാണ് ഞങ്ങളുടെ റബ്ബ് എന്നവർ പറയാണ്. ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അവിടുത്തെ ഭരണാധികാരികൾ എന്ത് ചെയ്യാണ്? ഇവരെ ആക്രമിക്കാൻ വേണ്ടി ഒരുങ്ങുന്നു. അപ്പോൾ ഇതിന് അഭയം തേടിക്കൊണ്ട് ഈ ഭരണാധികാരികളിൽ നിന്ന്, അക്രമികളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് ഇവരൊരു ഗുഹയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. അവിടെ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാലങ്ങളോളം ഉറക്കി കിടത്തുന്നുണ്ട്. ഈ സംഭവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, റസൂല് തൗഹീദ് അഥവാ ദ വൺനെസ് ഓഫ് ഗോഡ്, വൺനെസ് ഓഫ് അള്ളാഹ്, ഇത് പറഞ്ഞതിൻ്റെ പേരിൽ എന്തൊക്കെ വേദനകൾ, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് മക്ക ജീവിതത്തിൽ. അവിടെയുള്ള ഖുറൈശി പ്രമാണിമാർ റസൂലിനെ വധിക്കാൻ വേണ്ടി പുറപ്പെടുന്നു അല്ലേ? അങ്ങനെ ഹിജ്റയ്ക്ക് വേണ്ടി റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കൂടെ പുറപ്പെടുന്നുണ്ട്. അവർ അക്രമികളിൽ നിന്ന് അഭയം തേടിക്കൊണ്ട് സൗർ ഗുഹയിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ റസൂലിന് ഇത് വായിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന, അള്ളാഹുവാണ് റബ്ബ് എന്ന് പറഞ്ഞതിന് വേണ്ടി അങ്ങനെ ഉറച്ചു നിന്നിട്ടുള്ള ആളുകളെ അള്ളാഹു സംരക്ഷിച്ച കഥകളൊക്കെ വായിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് എത്രമാത്രം ആശ്വാസമായിരിക്കും, ഒരു കൺസോളിംഗ് ആണതല്ലേ? അപ്പോൾ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. മറ്റൊരു രണ്ടാമത്തെ ലക്ഷ്യമായിട്ട് ഈ ആയത്തിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്, അത് വിശ്വാസികൾക്ക്, മുഅ്മിനുകൾക്ക് അത് റിമൈൻഡേഴ്സാണ്, അല്ലെങ്കിൽ ഹിദായത്തിലേക്ക് എത്തുവാനുള്ള ഉപദേശങ്ങളാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പല രൂപത്തിൽ പല ഇടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥകൾ ഇങ്ങനെ പറയുകയാണ്. ആലോചിച്ച് നോക്കിയേ, കഥ പറയുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു സൂറ, അതിൽ ആദ്യത്തെ ഭാഗത്ത് ആദം നബി അലൈഹിസ്സലാമിൻ്റെ കഥ പറയാം. അതുതന്നെ ആദം നബിയെ സൃഷ്ടിച്ചത് മുതൽ പറയാം. അത് കഴിഞ്ഞ് മക്കളുടെ ഹാബീൽ ഹാബീലിൻ്റെ കഥ പറയാം. അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടില്ലേ ഒരു ഓർഡറിൽ ഇബ്ലീസിൻ്റെയും ആദം നബിയുടെയും കഥ പറയാം. ഇങ്ങനെ ഒരു ഓർഡറിൽ വേണമെങ്കിൽ അള്ളാഹുവിന് പറയാമായിരുന്നു. ഒരു അധ്യായം തന്നെ മൂസ അലൈഹിസ്സലാമിൻ്റെത് പറയാൻ വേണ്ടി മാത്രമായിട്ട് എടുക്കാം. പക്ഷെ ഇങ്ങനെയല്ല ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കഥകളെ ഓർഡർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഖുർആനിൽ പലയിടങ്ങളിലായി പല കോൺസെപ്റ്റുകൾ പറയുന്ന സമയത്ത് പല ഇടങ്ങളിലായി ഇങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ് ഈ സംഭവങ്ങൾ. എന്തിനായിരിക്കും ഒരു സ്ഥലത്ത് വൃത്തിയിൽ പറയാതെ പല സ്ഥലങ്ങളിലായി പല രൂപത്തിൽ അള്ളാഹു ഈ കഥകളെ, സംഭവങ്ങളെ വിവരിച്ചിട്ടുള്ളത് എന്നാലോചിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ തൗഹീദിനെ കുറിച്ച് അള്ളാഹു പറയുകയാണെന്ന് വിചാരിക്കാം. തൗഹീദ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ദ വൺനെസ് ഓഫ് ഗോഡ്, അള്ളാഹു ഏകനാണ് അല്ലേ? അള്ളാഹു അല്ലെങ്കിൽ രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒന്നാണ്. ഇത് വിശദീകരിക്കുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കഥ കൊണ്ടുവന്ന് വെക്കും. ബിംബങ്ങളെയൊക്കെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തച്ചുടയ്ക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം കൊണ്ട് ഫിറ്റ് ചെയ്യും. അതോടുകൂടെ ഈ സംഭവം വായിക്കുന്ന ഒരു വിശ്വാസിക്ക് തൗഹീദ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് കട്ട് ആൻഡ് ക്ലിയർ ആയി മനസ്സിലാവുകയാണ്. ഇനി മറ്റേതെങ്കിലും ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ സബർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, അതൊരു തിയറിയാണ് അല്ലേ? പേഷ്യൻസ് ഉണ്ടാവണം, നമുക്ക് ക്ഷമ ഉണ്ടാവണം എന്നുള്ളത്. ഇത് വിവരിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ സബർ കൈക്കൊണ്ടിട്ടുള്ള, പ്രവാചകന്മാർ ക്ഷമിച്ചിട്ടുള്ള ഏതെങ്കിലും സംഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഉദാഹരണങ്ങൾ ഏതെങ്കിലും എടുത്തിട്ടും, അപ്പോൾ അതോടുകൂടെ നമുക്ക് എന്താണോ അള്ളാഹു പറയാൻ ഉദ്ദേശിച്ചത് അത് വളരെ വൃത്തിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കിയേ, ഈ കഥകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നത് 1400 വർഷങ്ങൾക്ക് മുമ്പാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അള്ളാഹു ഈ കഥകൾ പറയുന്നത്. പക്ഷേ ഇന്നും
ഇപ്പോൾ നിലനിൽക്കുന്ന കഥ പറച്ചിലിൻ്റെ ഒരു ശൈലിയുണ്ട്. ഇപ്പോൾ നമ്മൾ സിനിമകളിലാവട്ടെ നോവലുകളിലാവട്ടെ ഒക്കെ നിലനിൽക്കുന്ന ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അതിന് ഓരോ ജോണറുകൾ ഉണ്ടാകും. ഓരോ രീതിയിലാണ് ഈ കഥകൾ പറയുക. അതിനോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന, അതിനോട് കിടപിടിച്ച് നിൽക്കുന്ന രീതിയിലുള്ള കഥാശൈലിയാണ് ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ആദ്യം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം തന്നെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ആദം നബി എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അതിന് ഇന്ന രൂപത്തിൽ ഇന്ന മക്കളുണ്ട്, ഇത്ര മക്കളുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ഒരു ഇൻട്രോ മുതൽ ഇങ്ങനെ കൺക്ലൂഷനിലേക്ക് പോകുന്ന രൂപത്തിൽ ഇങ്ങനെ കഥ പറഞ്ഞു പോവുകയല്ല. മറിച്ച് അതൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പെട്ടെന്ന് പോകുന്ന, നമ്മൾ പറയില്ലേ നോൺ ലീനിയർ ആയിട്ടാണ് അതിൻ്റെ ഒരു ശൈലി എന്ന് നമ്മൾ പറയില്ലേ. അപ്പോൾ അതുപോലെ ആദം നബി അലൈഹിസ്സലാമും ഇബ്ലീസും തമ്മിലുള്ള കഥ വിവരിക്കുകയാണ്. അത് തന്നെ 7ഓളം വ്യത്യസ്ത സ്ഥലങ്ങളിലായി വ്യാപിച്ച് കിടക്കുകയാണ്. ഓരോ കോൺസെപ്റ്റ് പറയുന്ന സമയത്ത്, ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന സമയത്ത് ഈ കഥ കൊണ്ട് ഫിറ്റ് ചെയ്തിട്ട് അള്ളാഹു പറയാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ ഒരു കഥ പറയുക എന്നതിലപ്പുറം കഥയുടെ ഒരു ചെറിയ ഭാഗത്തിൽ നിന്ന് കഥ തുടങ്ങുന്നു, എന്നിട്ട് പിന്നീട് അതിന് മുമ്പുള്ള കാര്യങ്ങൾ വിശദമായി ചിലപ്പോൾ പറയുന്നു. അങ്ങനെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള കഥാശൈലി നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്ന് സസ്പെൻസുകളാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള സംഭവങ്ങളായിരിക്കും നടന്നിട്ടുണ്ടാവുക ഓരോ കഥകളിൽ. ഇപ്പോൾ ഫിർഔനും മൂസ അലൈഹിസ്സലാമും തമ്മിലുള്ള സംഭവം വിശദീകരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ, മൂസ അലൈഹിസ്സലാം ഫിർഔൻ എന്ന് പറയുന്ന ഒരു ഭീകരനായിട്ടുള്ള ഭരണാധികാരിയുടെ മുമ്പിൽ പോയി അള്ളാഹുവിൻ്റെ തൗഹീദിനെ കുറിച്ച് പറയുകയാണ്. ഫിർഔൻ ഒന്നുമല്ല, അള്ളാഹുവാണ് വലിയവൻ, എൻ്റെ റബ്ബ് അള്ളാഹുവാണ് എന്ന് ഈ ഫിർഔൻ്റെ മുമ്പിൽ പോയി നിന്ന് പറയാണ്. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കുക എന്ന് വായിക്കുന്ന നമ്മൾക്കൊക്കെ ആകാംക്ഷ ഉണ്ടാവുകയാണ്. ഇനി മൂസ അലൈഹിസ്സലാമിൻ്റെ വടിയും കൊണ്ട് നിലത്തിടുമ്പോൾ അത് പാമ്പാകുന്ന ഒരു രംഗമുണ്ടല്ലോ. ഈ സമയത്ത് ഫിർഔൻ എന്ത് ചെയ്യുന്നു? നാട്ടിലുള്ള എല്ലാ മജീഷ്യൻസിനെയും വിളിക്കുന്നു. അങ്ങനെ മജീഷ്യൻസിനെ വിളിച്ച് അവരോടും ഇത് ചെയ്യാൻ പറയുന്നു. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയാൻ നമ്മൾ ആകാംക്ഷയോടെ അത് വായിക്കും. അങ്ങനെ പല രൂപത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്ന പല കഥന ശൈലികളുടെ വ്യത്യസ്ത രൂപങ്ങൾ അത് ഖുർആനിൽ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാ കാലഘട്ടത്തിലേക്കും നിലനിൽക്കുന്ന ഖുർആൻ എന്നുള്ള അർത്ഥത്തിൽ ഖുർആനിൻ്റെ ഒരു കാര്യം അവതരിപ്പിക്കുന്ന ശൈലിയുണ്ടല്ലോ, അവതരണ ശൈലിയെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ കഥകളൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവരിക്കുന്നത് ആത്യന്തികമായി ഞാനും നിങ്ങളുമൊക്കെ അത് വായിച്ച് അള്ളാഹുവിനെ അറിയുവാനും മനസ്സിലാക്കുവാനും അവനിലേക്ക് കൂടുതൽ അടുക്കുവാനും വേണ്ടിയാണ്. നമുക്കൊക്കെ ഹിദായത്തായിക്കൊണ്ട്, ദിക്റയായിക്കൊണ്ട്, മൗഇളയായിക്കൊണ്ടാണ് ഈ കഥകൾ അവതരിച്ചിട്ടുള്ളത്. ഇൻഷാ അള്ളാഹ് ഖുർആനിലെ കഥകളിലൂടെ, സംഭവങ്ങളിലൂടെ നമുക്ക് ഒരു യാത്ര ആരംഭിക്കാം. ക്യൂ സ്പോട്ടിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.